ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അറ്റ്മോസ്ഫിയറിക് ലൈറ്റാണ്. കാറിൻ്റെ ഇൻറ്റീരിയറിൽ വെക്കുന്ന ലൈറ്റാണ്. ഇത് പുഷ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. നമുക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് 495 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ പാക്കിംഗ് രീതിയെല്ലാം വളരെ സൂപ്പറാണ്. നല്ല ഒരു സേഫ്റ്റിയോട് കൂടിയിട്ടാണ് അവർ അയച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുറക്കുമ്പോൾ നല്ലൊരു പെട്ടിയാണ് കിട്ടുന്നത്. നല്ല 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 ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കപ്പോൾ തുറന്ന് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ നമുക്കിത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 12 വോൾട്ടിലാണ് ഇത് വർക്കാവുന്നത്. 48 LED-കളാണ് ഉണ്ടാകുന്നത്. ഒരു സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ 12 LED ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സിഗരറ്റ് ലാമ്പിൽ കുത്തിയിട്ട് നമുക്കിത് വർക്കാക്കാവുന്നതാണ്. കാറിൻ്റെ സിഗരറ്റ് ലാമ്പിൻ്റെ പോർഷനിൽ കുത്തിയിട്ടാണ് നമുക്കിത് വർക്കാക്കാവുന്നത്. പിന്നെ അതിനൊരു റിമോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് കാറിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കാറിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ വരുന്നത് റിമോട്ട്. ഈ സെക്ഷൻ നമ്മൾ സിഗരറ്റ് ലാമ്പിൻ്റെ ആ സെക്ഷനിലേക്ക് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് റിമോട്ട് കിട്ടുന്നുണ്ട്. റിമോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൺ ഓഫ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന് മുന്നേ ഇതിനൊരു വയറുണ്ട്. ആ വയറ് നമുക്ക് ഇതിൻ്റെ ഒരു റിസീവർ ഉണ്ട്, നമ്മുടെ മ്യൂസിക് സെൻസ് ചെയ്യാനും പിന്നെ നമ്മുടെ റിമോട്ട് ആക്സസിനുള്ള ഒരു ഇൻഫ്രാറെഡ്, അതിലേക്കൊന്ന് വയറ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി അതിൻ്റെ ഉള്ളിൽ നമുക്ക് റിമോട്ട് ഫസ്റ്റിൽ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കളറുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മ്യൂസിക് അല്ലാതെ വെക്കുന്ന ടൈമിൽ റെഡ്, ബ്ലൂ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ്. റെഡ്, ബ്ലൂ, യെല്ലോ പല ടൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. മോഡുകൾ കാണിക്കുന്നത് ബ്രൈറ്റ് ആക്കാനും ഡിം ആക്കാനും പിന്നെ സൗണ്ടുകൾക്ക് അനുസരിച്ച് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ഫസ്റ്റ് വേണ്ടത് അതനുസരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സോങ് വെച്ച് നോക്കാം. അപ്പോൾ സോങ് വെച്ച് നോക്കുമ്പോൾ അതിൽ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് ബ്ലൂടൂത്തായിട്ട് നമ്മുടെ കാർ ഡിവൈസ് കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് പാട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ പാട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല പല പല കളറുകളിലും ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റിതം നമുക്കതനുസരിച്ച് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പാട്ടുകളുടെ ബീറ്റുകൾക്ക് അനുസരിച്ചിട്ട് ഇത് ബ്ലിങ്ക് ആവുന്നതാണ്. അതിനാണ് നമ്മൾ ആ സൗണ്ട് നമുക്ക് അതിനൊരു ബോക്സ് വന്നിട്ടുള്ളത് സെൻസ് ചെയ്യാനുള്ളത്. നമുക്കിതിന് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ തന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട്, ഒരു ഗമ്മായിട്ടുള്ളത്. നമുക്ക് സ്റ്റിക്കർ അത് പൊളിച്ചതിന് ശേഷം കാറിൻ്റെ പല പല ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊളിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാനിത് പൊളിക്കുന്നത് അത്യാവശ്യം നല്ല ഗമ്മാണ് ഇതിലുള്ളത്. അപ്പോൾ പൊളിച്ചു കഴിഞ്ഞ് നമുക്ക് ഇനി വെക്കാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ ഇവിടെ ഫിക്സ് ചെയ്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ സെറ്റ് ചെയ്യുന്നത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം ഈ ഇരുമ്പുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വെക്കുന്നത് ഇവിടെ നമുക്ക് അനുയോജ്യമായ സ്ഥലത്ത് വെക്കാം. ബട്ട് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം വെക്കുന്ന സ്ഥലങ്ങളിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലും വെച്ചു, നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ. അപ്പോൾ കൂടുതൽ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതുണ്ടല്ലോ കബാർഡ് തുറന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വയറൊക്കെ കയറ്റി വെച്ചു. അതിന് വയർ പുറത്തേക്ക് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് മാതിരി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അപ്പോൾ പുറത്തേക്ക് വയറുകളൊന്നും കാണില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ബാക്കിലേക്കാണ് പോകേണ്ടത്. ബാക്കിലേക്ക് പോകാനായിട്ട് വയറുകൾ ഇതിൽ തന്നെ ബാക്കിലേക്ക് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിലൂടെ ബാക്കിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ താഴത്തേക്കായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ താഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല ഇതിൻ്റെ വയറുകളൊക്കെ. ഇതിന് ശേഷം ഞാൻ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇനി ബാക്ക് സൈഡിലേക്ക് എടുത്ത വയറുകൾ നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് സീറ്റിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടും പിന്നെ മറ്റേ പാസഞ്ചറിൻ്റെ സീറ്റിൻ്റെ അടിയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ കാണാൻ സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് സ്റ്റിക്കർ തുറന്ന് വെറുതെ സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വയറുകൾ നിങ്ങൾ നോക്കേണ്ടത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. അതിനുശേഷം ഞാൻ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ സെൻസർ റൈറ്റ് സൈഡിൽ കാണുന്ന ഇൻഫ്രാറെഡ് ബോക്സ് പുറത്തേക്കാകുന്ന രീതിയിൽ വേണം വയ്ക്കാൻ, നമുക്ക് റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ചെറുതായിട്ട് കത്തുന്നതാണ്. നമുക്കൊരു ചെറിയൊരു സോങ് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഓൾറെഡി കത്തുന്നുണ്ട് ചെറിയ രീതിയിൽ. നമുക്ക് ഇനി റിതം അനുസരിച്ച് എങ്ങനെ കത്തുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ആണല്ലോ നിങ്ങൾക്ക് അടിയിൽ കത്തുന്നുണ്ട്. ഇപ്പോൾ ഡേ ലൈറ്റ് ആയതുകൊണ്ട് അധികം കറക്റ്റായിട്ട് ലൈറ്റ് കാണുന്നില്ല.
എന്നാലും കാണുന്നുണ്ട്. ബട്ട് നമുക്ക് ഇത്തിരി കൂടി നേരം നൈറ്റിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് അത്യാവശ്യം കത്തുന്നുണ്ട്. നമുക്ക് ഇനി ഒരു മ്യൂസിക് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ മ്യൂസിക് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല, നമുക്ക് നൈറ്റാണ് കറക്റ്റ് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ഞാൻ സൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിമോട്ടിൽ മ്യൂസിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇപ്പോൾ നമ്മൾ പാട്ട് വെച്ചപ്പോൾ നമ്മുടെ സൗണ്ടിനനുസരിച്ചിട്ട് ഇത് ബ്ലിങ് ആവുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് സ്ലോ ആവുകയാണെങ്കിൽ അതിൻ്റെ ഇത് കുറയും. ഇനി നമുക്ക് നൈറ്റിൽ നോക്കി നോക്കാം എത്ര വിസിബിൾ ആണെന്ന്. ഇപ്പോൾ ഡയലൈറ്റിൽ ഇത്ര വിസിബിൾ ആണ്, ഇനി നൈറ്റും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നൈറ്റുള്ള വ്യൂ ആണ്. അപ്പോൾ നൈറ്റ് നമുക്ക് പാട്ട് വയ്ക്കാതെ ജസ്റ്റ് ഓൺ ചെയ്തപ്പോൾ ഉള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളൊരു ട്യൂണൊന്നും ഇനി സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മൊബൈലിലൊന്ന് വെച്ച് നോക്കാം, സോങ് വെച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് പാട്ട് തന്നെ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് ഞാനിത് കുറച്ച് വെച്ചിരിക്കുകയാണ് മൊബൈലിൽ. അപ്പോൾ നമുക്ക് സൗണ്ട് കൂട്ടാം. അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ ബീറ്റുകൾ വർക്കാവുന്നത് വളരെ രസകരമായിട്ട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ബാക്കിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് നോക്കാം. ബാക്ക് സൈഡിലൊക്കെ നല്ല ഇഫക്റ്റീവാണ്. നമുക്ക് വേണമെങ്കിൽ അത് തിരിച്ച് നമ്മുടെ കണ്ണിൻ്റെ വെച്ച് ഓടിക്കുന്ന സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തിരി അപ്പിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കധികം പ്രശ്നം വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര ഇഫക്റ്റ്. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ പ്രശ്നമില്ല. ഫ്രണ്ടിൽ നമ്മൾ ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാനാണ് ഞാൻ ഇത്തിരി കൂടി കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വയ്ക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.